ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാടായിട്ട് ഞാനൊരു ന്യൂ സിനിമയുടെ അപ്ഡേഷൻ പറഞ്ഞിട്ട്, അതും എൻ്റെ ഫേവറേറ്റ് മമ്മൂക്കയുടെ. അപ്പോൾ മമ്മൂക്കയുടെ സിനിമ നമ്മളെല്ലാവരും ആവേശത്തോടെ വെയിറ്റ് ചെയ്യുക. അതും ഏത് പടം? നിതീഷ് സഹദേവൻ മമ്മൂക്ക മൂവി. കഴിഞ്ഞ ഈ ജൂൺ മാസം തുടങ്ങേണ്ട മൂവിയാണ് നിതീഷ് മമ്മൂക്ക കൂട്ടുകളിലെ പടം. പക്ഷേ മമ്മൂക്ക തമിഴിൽ ധനുഷിൻ്റെ കൂടെ അഭിനയിക്കുന്ന OM എന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ചെന്നൈയിലായതുകൊണ്ട് ആ സിനിമയുടെ ഷൂട്ട് കുറച്ച് നീണ്ടുപോയി. എന്നാലും ഈ മാസം 17-ന്, അതായത് ജൂലൈ 17-ന് മമ്മൂക്ക അദ്ദേഹം ഈ സിനിമ, അതായത് നിതീഷ് മമ്മൂക്ക കൂട്ടിൽ വരുന്ന ഈ മാസ് മസാല ചിത്രത്തിൽ അദ്ദേഹം അഭിനയിക്കും. അതിൻ്റെ പൂജകർമ്മങ്ങൾ കൊച്ചിയിലാണ്. അതിനുശേഷം തിരുവനന്തപുരത്തേക്കും അതുപോലെ തന്നെ പൊള്ളാച്ചി, ഇങ്ങനെയുള്ള ഒരു തിരുവനന്തപുരം തമിഴ്നാട് ബോർഡറായിട്ടുള്ള ഒരു ഏരിയ നടക്കുന്ന ഒരു കഥയാണ്. ഒരു സർക്കസ്, ഒരു എന്താ പറയുക, സർക്കസിൻ്റെ പശ്ചാത്തലം പറയുന്ന ഒരു ചിത്രമാണ്, മാസ് മസാല ചിത്രമാണ്. അത് മാത്രമല്ല, ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഒരു ടീം ഒന്നിക്കുന്നുണ്ട്. അതായത് ഈ അടുത്ത് ലണ്ടനിൽ മമ്മൂക്കയുടെ സ്റ്റേജ് ഷോ ഉണ്ടാകുമ്പോൾ അതിൽ നമ്മുടെ സുരാജ് വെഞ്ഞാറമൂട് ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ ഒരുപാട് ഇങ്ങനെ ചിന്തിച്ച സംഭവമാണ്. കാരണം ഒരു ടൈമിൽ, ഒരു 2010, 2015 ആ ഒരു ടൈമിലൊക്കെ ഒരുപാട് മമ്മൂക്ക സിനിമകളിൽ അഭിനയിച്ച മമ്മൂക്ക സുരാജ് വെഞ്ഞാറമൂട് കൂട്ട് ഒരുപാട് എന്താണ് പറയുക, ഹ്യൂമർ ചിത്രങ്ങളും അല്ലാത്ത ചിത്രം ഒരുപാടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഈ അടുത്ത കാലങ്ങളായിട്ട്, ഒരു 5-6 വർഷങ്ങളായിട്ടും അവർ തമ്മിലുള്ള ചിത്രങ്ങളില്ല. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കും, എന്താ അവർ തമ്മിലുള്ള ചിത്രങ്ങളില്ലാതെ. പക്ഷെ അദ്ദേഹം സുരാജ് വെഞ്ഞാറമൂട് ഈ അടുത്ത പറഞ്ഞു, ഞാനും മമ്മൂക്ക ഒരു കാലത്ത് ഒരുപാട് ചിത്രങ്ങൾ ഒരുമിച്ച് ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ട് അത് ഇങ്ങനെ വേർപെട്ട് പോയി. വീണ്ടും മമ്മൂക്കയുടെ ചിത്രത്തിൽ ഞാൻ വരികയാണ്. മമ്മൂക്ക എന്നെ വിളിച്ച്, എൻ്റെ ഒരു പടമുണ്ട്, നീ ഒന്ന് വന്ന് അഭിനയിക്കണം. ആ പടമാണ് നമ്മുടെ ഈ നിതീഷിൻ്റെ പടം. അതായത് മമ്മൂക്ക നിർമ്മിക്കുന്ന പടം കൂടിയാണ്, മമ്മൂക്ക കമ്പനി നിർമ്മിക്കുന്ന പടമാണ്. ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആക്ഷന് കൂടുതൽ പ്രാധാന്യമുണ്ട്, കോമഡിക്ക് പ്രാധാന്യമുണ്ട്. അതുപോലെ അതിൽ ജോർജ് അഭിനയിക്കുന്നുണ്ട്. ഒരുപാട് താരങ്ങൾ ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട്. അത് മമ്മൂക്കയ്ക്ക് നായികയില്ല എന്നാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഒരു 9 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് ഇതിലെ ഒരു കേന്ദ്ര കഥാപാത്രത്തെ വേറെ അവതരിപ്പിക്കുന്നത് മമ്മൂക്കയെ കൂടാതെ. ഒരു ആക്ഷന് ഒരുപാട് പ്രാധാന്യമുണ്ട്. ഏകദേശം 5 ഫൈറ്റ് മാസ്റ്റേഴ്സ് ഈ ചിത്രത്തിൽ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ മ്യൂസിക് ഒന്നുമെങ്കിൽ സുഷിൻ ഷ്യാം, അല്ല എങ്കിൽ നമ്മുടെ ജെക്സ് ബിജോയ്. ഇവർ 2 പേരാവാൻ ചാൻസ് കിട്ടിയ ഒരു രീതിയിൽ. എന്തായാലും ഇവരാണെങ്കിൽ സംഭവം പൊളിക്കും. എന്തായാലും ഈ മാസം 17-ന് മമ്മൂക്ക ആ ഒരു സംഗമത്തിൽ ഒത്തുചേരും. നമുക്ക് ഒരുപാട് പ്രതീക്ഷയുള്ള ചിത്രം. കാരണം ഒരുപാട് കാലങ്ങളായി മമ്മൂക്കയുടെ ആ ഒരു എന്താ പറയുക, എനിക്ക് തോന്നുന്നു ഷൈലോക്കിന് ശേഷമാണ് മമ്മൂക്ക ഒരു ആദ്യ തിമിർക്കാനുള്ള ഒരു പടം വരുന്നത്. എന്തായാലും വെയിറ്റ് ചെയ്യുക. ടർബോ വന്നെങ്കിൽ കൂടി ടർബോ ഒരു വേറെ ഒരു കാറ്റഗറിയാണ്. പക്ഷേ ഇതിൽ ഒന്നുകൂടി അഴിഞ്ഞാടാനുള്ള എല്ലാ സംഭവങ്ങളും ഈ ചിത്രത്തിലുണ്ട് എന്നാണ് കേട്ടത്. എന്തായാലും അടിപൊളിയാവും. നമുക്കൊക്കെ വെയിറ്റ് ചെയ്യുക ഈ ചിത്രത്തിന് വേണ്ടിയിട്ട്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം, അതായത് ഈ കൂട്ടുകെട്ടിൽ വരുന്ന ഈ ചിത്രത്തിന് നിങ്ങളുടെ അഭിപ്രായം നിർബന്ധം കമൻറ്റ് ചെയ്യുക. മാക്സിമം വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.